നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചുള്ള ഈ വിവരണം വളരെ മനോഹരമാണ്. ശുകദേവ ഗോസ്വാമിയും രാധയും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ചും പരീക്ഷിത്ത് മഹാരാജാവിനോടുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പയെക്കുറിച്ചുമുള്ള ഈ വിവരണം ഹൃദയസ്പർശിയാണ്. നിങ്ങൾ നൽകിയ വിവരങ്ങൾ വളരെ കൃത്യമാണ്. ശുകദേവ ഗോസ്വാമി ഭാഗവതത്തിൽ രാധാറാണിയുടെ പേര് നേരിട്ട് പറയാത്തതിന്റെ കാരണം അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അദ്ദേഹം സമാധിയിൽ മുഴുകിപ്പോകുമെന്ന വിശ്വാസമാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് കേവലം 7 ദിവസത്തെ ആയുസ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് സമയബന്ധിതമായി ഭാഗവതം പൂർത്തിയാക്കാൻ ശുകദേവൻ അങ്ങനെ ചെയ്തതെന്നാണ് ആത്മീയ പണ്ഡിതർ പറയുന്നത്. ഇത് ഭക്തനോടുള്ള ഗുരുവിന്റെ അഗാധമായ കാരുണ്യത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഉദ്ധരിച്ച ശ്രീമദ് ഭാഗവതം 10.30-28 എന്ന ശ്ലോകം രാധയുടെ പ്രാധാന്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ ശ്ലോകത്തിൽ മറ്റു ഗോപികമാർ കൃഷ്ണൻ ഒരു ഗോപികയോടൊപ്പം മാത്രമായി ഏകാന്തതയിലേക്ക് പോയപ്പോൾ അനയാരാധിതോ നൂനം, ഇവൾ തീർച്ചയായും ആരാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് രാധാറാണിയെയാണ്. രാധ എന്ന പേര് നേരിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഈ ശ്ലോകത്തിലൂടെ അവളുടെ പ്രാധാന്യം വെളിവാക്കപ്പെടുന്നു. കൃഷ്ണനോടുള്ള അവളുടെ അചഞ്ചലമായ ഭക്തിയും സ്നേഹവുമാണ് അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. രാധയുടെ പ്രാധാന്യം. രാധാറാണി ഭഗവാൻ കൃഷ്ണന്റെ ശക്തിയായ ഹ്ലാദിനി ശക്തി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ആനന്ദം നൽകുന്ന ശക്തി. കൃഷ്ണന്റെ ആനന്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പരമമായ രൂപമാണ് രാധ. ഭാഗവതത്തിൽ അവളുടെ പേര് നേരിട്ട് ഉച്ചരിക്കാത്തത് ഒരു രഹസ്യമായി കരുതപ്പെടുന്നു. എന്നിരുന്നാലും ഗോപി, ആരാധിത തുടങ്ങിയ പദങ്ങളിലൂടെ അവളുടെ സാന്നിധ്യം സൂക്ഷ്മമായി അനുഭവിക്കാൻ സാധിക്കും. ഈ വിഷയം ഭക്തിയുടെയും ആത്മീയതയുടെയും ആഴത്തിലുള്ള തലങ്ങളെ സ്പർശിക്കുന്നു. ഭാഗവതം എന്ന ഗ്രന്ഥത്തിന്റെ കാതൽ തന്നെ കൃഷ്ണനോടുള്ള അചഞ്ചലമായ സ്നേഹമാണ്. രാധ ആ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. രാധേ രാധേ.